കുഞ്ഞോളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലയോഫോബിക് സോൾസ് ഡിഫറെൻ്റ് മെത്തേഡുകളിൽ കൂടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ മെത്തേഡുകളൊക്കെ പറയുമ്പോൾ ലയോഫോബിക് സോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക്, അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കുന്നതിന് ആ സിസ്റ്റത്തിൽ, ആ കൊളോയിഡൽ സൊല്യൂഷനിൽ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് അനിവാര്യമാണ്. ഒരു സ്റ്റെബിലൈസിങ് ഏജൻ്റായിട്ട് ഇലക്ട്രോലൈറ്റ് അത്യാവശ്യമാണ്. ഇലക്ട്രോലൈറ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന സെക്ഷനുകളിൽ നമുക്കത് പറയാനുമുണ്ട് അല്ലെ. ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഇലക്ട്രോലൈറ്റുകൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ പ്രിഫറൻഷ്യലായിട്ട് സെലക്റ്റീവായിട്ട് അഡ്സോർബ് ചെയ്യും. ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്. അങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെല്ലാം ഒരേപോലുള്ള ചാർജ് വരും. ഒരേപോലുള്ള ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് പരസ്പരം റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് അവർ പരസ്പരം അടുത്ത് വരുന്നില്ല, പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് വലിയ പാർട്ടിക്കിൾസ് ആയിട്ട് താഴെ സെറ്റിൽ ചെയ്യുന്നില്ല. അങ്ങനെയാണ് അത് സ്റ്റേബിൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഇലക്ട്രോലൈറ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അത്യാവശ്യമാണ്. എന്നിരുന്നാലും അധികമായിട്ട് എക്സസ് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് എങ്ങാനും കൊളോയിഡൽ സൊല്യൂഷനിൽ ഉണ്ടായാൽ ഇറ്റ് വിൽ അഫക്റ്റ് ദി സ്റ്റെബിലിറ്റി. അത് സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നൊരു സംഗതിയാണ്. ഇലക്ട്രോലൈറ്റ് സ്റ്റെബിലിറ്റിക്ക് അത്യാവശ്യമാണ് എങ്കിലും അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ ഇനി വരാൻ പോകുന്ന കൊയാഗുലേഷൻ എന്നുള്ള സെക്ഷനിൽ പറയും. എങ്ങനെയാണ് ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് അധികമായാൽ കൊളോയിഡൽ സൊല്യൂഷന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ അവിടെ പറയും. ഓക്കെ, സോ മൈൻഡിൽ വെക്കുക, ദി പ്രസൻസ് ഓഫ് എക്സസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് വിൽ അഫക്റ്റ് ദി സ്റ്റെബിലിറ്റി ഓഫ് colloidal system. So we have to remove the excess amount of electrolytes from the solution, from the colloidal solution. Okay, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡുകളിൽ കൂടിയിട്ട് കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തായാലും ഇലക്ട്രോലൈറ്റിന്റെ സാന്നിധ്യം വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ അത് ഇമ്പ്യൂരിറ്റിയാണ്. ഓക്കെ, ആ ഇമ്പ്യൂരിറ്റിയെ നമ്മൾ റിമൂവ് ചെയ്യണം. അങ്ങനെ കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫൈ ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഇന്നത്തെ സെക്ഷനിൽ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് what are the methods which is used for the purification of these colloidal solutions. Okay, so the discussion topic is purification of souls. Purification of souls. Purification of souls. കുഞ്ഞോളെ, അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അത് പറയുന്നതിന് മുമ്പ്, പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസ് എമൗണ്ട് ഇലക്ട്രോലൈറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണ് ഈ കൊളോയിഡൽ സൊല്യൂഷനിൽ ഉള്ളത് അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് വിചാരിക്കും. ഒരു പാത്രത്തിൽ എടുത്തിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷൻ. ഇതിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ട്, വെള്ളമോ മറ്റോ ഡിസ്പേഴ്സ്ഡ് മീഡിയം ഉണ്ട്. ഡിസ്പേർഷൻ മീഡിയം, അതിലാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉള്ളത്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസിനാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ്, സോൾ പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞു തന്നെയാണ്. ഓക്കെ, ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് സോൾ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അപ്പൊ അതിന്റെ സൈസ് എത്രയാ? 1 നാനോമീറ്റർ to 1000 നാനോമീറ്റർ ആണ്. ഇനി ഇതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണുള്ളത്? ആ ഇലക്ട്രോലൈറ്റ് ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണുള്ളത്. അത് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്കറിയാം, ഒരു പാത്രം വെള്ളത്തിൽ KCl ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അത് ട്രൂ സൊല്യൂഷൻ ആണ്. അതായത് KCl എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അതിലെ K+Cl- അയോൺസ് ഇതിന് യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ട്? ഇതിന്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കൊളോയിഡൽ സൊല്യൂഷനിലുള്ള സോൾ പാർട്ടിക്കിൾസിന്റെ സൈസ് 1 നാനോമീറ്ററിനെയും 1000 നാനോമീറ്ററിനെയും ഇടക്കാണ്.
അതേസമയം ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് ഇതിലുണ്ടെങ്കിൽ അതിന്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവാണ്. അപ്പോൾ ഈ 1 നാനോമീറ്ററിനേക്കാൾ കുറവ് സൈസുള്ള കൊളോയിഡൽ ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസിന് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഇതിനെയല്ല, സോൾട്ട് പാർട്ടിക്കിൾസിനല്ല, ഈ സൈസിലുള്ള പാർട്ടിക്കിൾസിനാണ് റിമൂവ് ചെയ്യേണ്ടത്. എങ്ങനെ റിമൂവ് ചെയ്യും? അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഒന്ന് ഡയാലിസിസ്. ഓക്കെ, ഈ ഡയാലിസിസ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത് അതല്ലാതെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഈ ഡയാലിസിസിന്റെ ബേസിസ് എന്തെന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്, നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇവരെയാണ്, നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇവരെയല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് കൊളോയിഡൽ സൊല്യൂഷൻസും അതേപോലെ ട്രൂ സൊല്യൂഷൻ ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോലൈറ്റ് പോലുള്ള പാർട്ടിക്കിൾസ്, ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് അവർക്ക് പിന്നെ സാധാരണ ഫിൽട്ടർ പേപ്പറിൽ കൂടിയിട്ടും പാസ് ചെയ്യാൻ പറ്റും. പാർച്ച്മെന്റ് മെമ്പറൈന് പോലുള്ള എന്താ പറയുക സ്പെഷ്യൽ ഫിൽട്ടേഴ്സിൽ കൂടിയിട്ടും പാസ് ചെയ്യാൻ പറ്റും. പാർച്ച്മെന്റ് മെമ്പറൈൻ, ആനിമൽ മെമ്പറൈന്, ഓർഡിനറി ഫിൽട്ടർ പേപ്പർ അതിൽ കൂടിയിട്ടൊക്കെ ഇവർക്ക് പാസ് ചെയ്യാൻ പറ്റും. അതേസമയം സോൾട്ട് പാർട്ടിക്കിൾസിന് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ കൂടിയിട്ട് പാസ് ചെയ്യാൻ പറ്റും. പക്ഷെ പാർച്ച്മെന്റ് മെമ്പറൈനിൽ കൂടിയിട്ട് കടന്നു പോകാനുള്ള കഴിവ് സോൾട്ട് പാർട്ടിക്കിൾസിന് ഇല്ല, അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ഇതിന്റെ ബേസിസ്. The particles of true solution can pass through. That means the particles of electrolytes can pass through the parchment membrane, but the particles of salt particles cannot. അവർക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർച്ച്മെന്റ് മെമ്പറൈൻ എടുക്കുക. ഇതാണ് പാർച്ച്മെന്റ് മെമ്പറൈൻ എന്ന് വിചാരിക്കുക. ഈ പാർച്ച്മെന്റ് മെമ്പറൈൻ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗ്, ആ ബാഗിൽ പ്യൂരിഫൈ ചെയ്യേണ്ട സോളിനെ എടുക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു സോൾ എടുക്കുന്നു. പ്യൂരിഫൈ ചെയ്യേണ്ട സോളിനെ ഞാൻ എടുക്കുന്നു. ഓക്കെ, പാർച്ച്മെന്റ് മെമ്പറൈൻ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗില് ഈ ബാഗിൽ ഞാനിപ്പോ സോൾ എടുത്തു. ഓക്കെ, എന്നിട്ട് അതിനെ ഒരു കണ്ടെയ്നറിൽ, ഒരു വെസലിൽ എടുത്തിട്ടുള്ള വെള്ളത്തിൽ മുക്കി വെക്കുക. ഓക്കെ, വെള്ളത്തിൽ മുക്കി വെക്കുക. ഇതിൽ ഫുള്ള് വെള്ളമുണ്ട്. ഓക്കെ, വെള്ളം റണ്ണിങ് വാട്ടർ ആണ്, അതായത് ഇതിലേക്ക് വെള്ളം ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, വാട്ടർ ഇൻ, അതിൽ നിന്ന് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, വാട്ടർ ഇൻ ആൻഡ് വാട്ടർ ഔട്ട്. ഓക്കെ, വാട്ടർ ഇൻ വാട്ടർ ഔട്ട്. അപ്പൊ ഇത് റണ്ണിങ് വാട്ടർ ആണ്. അപ്പൊ ഈ റണ്ണിങ് വാട്ടറിൽ നമ്മൾ എന്താ പറയാ, ഈ സോൾ പാർട്ടിക്കിൾസ് എടുത്തിട്ടുള്ള, പ്യൂരിഫൈ ചെയ്യേണ്ട സോൾ എടുത്തിട്ടുള്ള ബാഗിനെ മുക്കി വെക്കുക. പ്യൂരിഫൈ ചെയ്യേണ്ട സോൾ എടുത്തിട്ടുള്ള ബാഗിനെ മുക്കി വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവിടെ കുഞ്ഞോളെ, നേരെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ്, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് K+Cl-, അവര് മാത്രം ഈ പാർച്ച്മെന്റ് മെമ്പറിന്റെ ബാഗിലെ കൂടി സ്ലോ ആയിട്ട് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ അവർ ഈ റണ്ണിങ് വാട്ടറിലേക്ക് കൂടിയിട്ട് പുറത്തേക്ക് വരുള്ളൂ. അതേസമയം ഇതിന്റെ ഉള്ളിലുള്ള സോൾട്ട് പാർട്ടിക്കിൾസിന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഓക്കെ, കാരണം മനസ്സിലായിരുന്നല്ലോ, പാർച്ച്മെന്റ് മെമ്പറൈനിൽ കൂടിയിട്ട് സോൾട്ട് പാർട്ടിക്കിൾസിന് വരാൻ പറ്റൂല. കാരണം പാർച്ച്മെന്റ് മെമ്പറൈനിലുള്ള പോർസിന്റെ സൈസ് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ടാണ് അവർക്ക് വരാൻ വേണ്ടി സാധിക്കാത്തത്. എനിവേ, അപ്പൊ കുറേ സമയം ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഇതിലേക്കൂടി ഡിഫ്യൂഷൻ നടന്നിട്ട് പുറത്തേക്ക് വന്നോളൂ. അവസാനം ഇത് പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, ഇതാണ് ഡയാലിസിസ്. പക്ഷെ ഇതിന് കുറെ സമയമുണ്ട്. ഓക്കെ, ഒരുപാട് സമയം, കാരണം സ്ലോ ഡിഫ്യൂഷൻ ആണ് സംഭവിക്കുക. ഇനി ശ്രദ്ധിക്കണം, ഈ പ്രോസസ്സിനെ വേണമെങ്കിൽ നമുക്ക് സ്പീഡപ്പ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ പുറത്തേക്ക് വരുന്നത് ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് ആണ്, അവർക്ക് ചാർജ് ഉണ്ട്. ചാർജുള്ള പാർട്ടിക്കിൾസിന്റെ പുറത്തോട്ടുള്ള മൂവ്മെന്റ് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പ്ലേറ്റുകൾ മുക്കിയിട്ട് വെക്കുക. ഈ വെള്ളത്തിൽ 2 പ്ലേറ്റുകൾ മുക്കി വെക്കുക. 1, 2. ഇതിനെ ഒരു സെല്ലിന്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽസുമായിട്ട് കണക്ട് ചെയ്യുക. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഈ പ്ലേറ്റിന് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ പ്ലേറ്റിന് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കും?
അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഇതിലെ പോസിറ്റീവ് ചാർജുള്ള കെ പ്ലസ് അയോണുകൾ വളരെ സ്പീഡായിട്ട് ഈ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, അങ്ങനെ പുറത്തേക്ക് സ്പീഡിൽ വരും. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകൾ ഈ പ്ലേറ്റിലേക്ക് വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും, ഇതിന്റെ പുറത്ത് ഈ ബാഗിന്റെ പുറത്തേക്ക് വളരെ പെട്ടെന്ന് വരും. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഒരു പേരാണ്, അതിന്റെ പേരാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്നത് ഡയാലിസിസ് പ്രോസസ്സിനേക്കാളും കുറച്ചൊരു സ്പീഡായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഇലക്ട്രോ ഡയാലിസിസ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫിക്കേഷൻ കുറച്ചൊരു സ്പീഡിൽ നടത്താം. Okay, electrodialysis. So this is the first method which is used for the purification of the impure soil. Okay, രണ്ടാമത്തെ മെത്തേഡ്, ഒന്നാമത്തെ ക്ലിയർ ആയിട്ടുണ്ടാകും. രണ്ടാമത്തത് അൾട്രാഫിൽട്രേഷൻ എന്നാണ്. അൾട്രാഫിൽട്രേഷൻ എന്താ സംഗതി എന്നറിയാവോ? നേരെ ശ്രദ്ധിക്കണം. Here we use a special type of filters, and that filter is called ultrafilter. Okay, the purification of soil is done using a special type of filter paper which is called ultrafilter. എന്താണ് ഈ അൾട്രാ ഫിൽറ്ററിന്റെ പ്രത്യേകത എന്ന് അറിയാവോ? ഈ പാർച്ച്മെന്റ് മെമ്പറിനെ പോലെ തന്നെയാണ്. ദാറ്റ് അൾട്രാ ഫിൽറ്റർ വിൽ അലോ ദി പാസേജ് ഓഫ് ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് ത്രൂ ദം ബട്ട് കനോട്ട് അലോ ഓർ ഡസ് നോട്ട് അലോ ദി പാസേജ് ഓഫ് സോൾട്ട് പാർട്ടിക്കിൾസ് ത്രൂ ദം. അതിലെ കൂടി സോൾട്ട് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യൂല. അതേസമയം കൊളോയിഡ് ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഫിൽറ്റർ പേപ്പർ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാവോ? ബാക്കി പറയുന്ന കാര്യമില്ല. ആ ഫിൽറ്റർ പേപ്പർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അൾട്രാ ഫിൽറ്ററിലേക്ക്, ഇതാണ് അൾട്രാ ഫിൽറ്റർ എന്ന് വിചാരിക്കുക. ആ അൾട്രാ ഫിൽറ്ററിലേക്ക് നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ട സോൾ ഒഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കൊളോയിഡൽ പാർട്ടിക്കിൾസ് അവിടെ കുടുങ്ങിക്കിടക്കും. അതേസമയം ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിൾസ് താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഈ ഇത് എന്താ പറയാ, അൾട്രാ ഫിൽറ്റർ ഉണ്ടാക്കുന്നത് ആക്ച്വലി ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൽ നിന്ന് തന്നെയാണ്. എന്നാണ് ഈ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ ന്യൂനത? ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ പോറിന്റെ സൈസ് കുറച്ച് വലുതാണ്. ഓക്കെ, ഇതിന്റെ ഈ സൈസ്, ഇതാണ് പോർസ്. ആ പോർസിന്റെ സൈസ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ കൊളോയിഡൽ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനേക്കാളും സോൾട്ട് പാർട്ടിക്കിൾസിനേക്കാളും സൈസ് കൂടിയതാണ് ഈ പോർസ്. അതുകൊണ്ട് ട്രൂ സൊല്യൂഷന്റെ പാർട്ടിക്കിൾസിന്റെ കൂടെ, അതായത് ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസിന്റെ കൂടെ തന്നെ സോൾട്ട് പാർട്ടിക്കിൾസും അതിന്റെ പുറത്തേക്ക് വരും, കുടുങ്ങി കിടക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? ആ പോറിന്റെ സൈസ് ഒന്ന് ചെറുതാക്കിയാ പോരെ. അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറികൾ ഉണ്ട്, ഈ ബൗണ്ടറികൾ അതിനൊന്ന് വീർപ്പിക്കുക. ഇതിനൊന്ന് വീർപ്പിച്ചു കഴിഞ്ഞാൽ നോക്കിതാ, ഈ രീതിക്ക് ഒന്ന് വീർപ്പിക്കുക, ഇംപ്രഗ്നേറ്റ് ചെയ്യുക. അങ്ങനെ പറയാം, ഇംപ്രഗ്നേഷൻ. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇതാ അപ്പൊ എന്താ സൈസ് റിഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന്റെ പോർസിന്റെ ആ സൈസ് കുറച്ചിട്ടുണ്ടാക്കുന്ന പുതിയ ഫിൽറ്റർ പേപ്പറാണ് ആക്ച്വലി അൾട്രാ ഫിൽറ്റേഴ്സ്. And this impregnation is done by soaking this ordinary filter paper in a special type of solution which is called a colloidal solution. എന്താണ്? colloidal solution. അതായത് ഓർഡിനറി ഫിൽറ്റർ പേപ്പറിന് നമ്മൾ കൊളോയിഡിയൻ സൊല്യൂഷൻ എന്ന് പറയുന്ന പ്രത്യേക സൊല്യൂഷനിൽ മുക്കിയിട്ട് വെക്കും. അങ്ങനെ മുക്കി വെച്ചിട്ട് അത് എടുക്കുന്ന സമയത്ത് അതിന് എന്താ പറയുക, ഫോഴ്സ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഹോൾസ്, അതായത് ഈ പറയപ്പെട്ട ഹോൾസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും, വീർത്ത് വന്നിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. കൊളോയിഡിയൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4% നൈട്രോസെല്ലുലോസ് സൊല്യൂഷൻ, 4% നൈട്രോസെല്ലുലോസ് സൊല്യൂഷൻ, 4% നൈട്രോസെല്ലുലോസ് സൊല്യൂഷൻ വിത്ത് ആൽക്കഹോൾ ആൻഡ് ഈതർ. ഇതാണ് കൊളോയിഡിയൻ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഓർഡിനറി ഫിൽറ്റർ പേപ്പറിനെ മുക്കി വെക്കുന്നു. അങ്ങനെയാണ് അൾട്രാ ഫിൽറ്റർ ഉണ്ടാക്കുന്നത്.
ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഈ രണ്ട് മെത്തേഡാണ് പ്യൂരിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ,